ഹായ് എവരിവൺ. പവർ പോയിന്റിൽ ടൈം ലൈൻ ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും ഉപയോഗിക്കാം. പ്രധാനമായിട്ടും നമ്മുടെ കമ്പനിയുടെ ഒരു ഹിസ്റ്ററി ഫ്രം ബിഗിനിങ് ഇയർ മുതൽ ഇതുവരെ കമ്പനി എങ്ങനെയാണ് വളർന്നു വന്നത്, കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു, അത് കാണിക്കുന്ന ഒരു വീഡിയോ ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ ഒക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു പ്രസൻറ്റേഷൻ ആവാം. ഇതെല്ലാം ടൈം ലൈൻ ബേസ് ചെയ്തിട്ടാണ്, ഒരു ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ സമയസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ രീതിയിൽ പ്രസൻറ്റേഷൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ ഒരു ഹിസ്റ്ററി ഫ്രം ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ എന്തൊക്കെ ചെയ്തു, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടാസ്ക് നിങ്ങൾക്ക് ഈവൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിന് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഫോർ എക്സാമ്പിൾ ഡേ 1 to day 10 വരെ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ മെത്തേഡാണ് ടൈം ലൈൻ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ഒരു പ്രസൻറ്റേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഈ പ്രസൻറ്റേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ഫേസ്ബുക്കിൻ്റെ ഹിസ്റ്ററിയാണ്. ഫേസ്ബുക്ക് എന്നാണ് ഫേസ്ബുക്ക് ക്രിയേറ്റ് ആയത്, ഫേസ്ബുക്കിനകത്തുള്ള ഓരോ ഫീച്ചേഴ്സും ഏതൊക്കെ വർഷങ്ങളിലാണ് അത് വന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അല്ല, 2018 വരെയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നെറ്റിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത കണ്ടൻറ്റ് വെച്ചാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് കാണാം, ഫ്രം ബിഗിനിങ് മുതൽ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അനിമേഷൻ, അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന സ്ലൈഡ്. ഈ 4 സ്ലൈഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഈ ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ്. മിസ്സായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും കാണുക. ഓക്കെ, സോ ഞാനൊരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫയൽ, ന്യൂ. സോ പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു. സോ ആ സ്ലൈഡിലോട്ടാണ് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾറെഡി നമ്മുടെ നേരത്തെ ഉള്ള ക്ലാസ്സുകൾ, നേരത്തെ ഉള്ള പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കളർ സെലക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാനൊരു കളർ കോഡ് ഓൾറെഡി ഞാനൊരു കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്ത് ഞാനൊരു തീമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ കളേഴ്സ്, അഡോബ് കളർ പോലെയുള്ള സോഫ്റ്റ്വെയറിൽ പോയി എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടത്തിന് ഒരു കളർ തീം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാർട്ട് ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ പാർട്ട് ഒന്നുകൂടെ കാണുക. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. സോ പുതിയ പ്രസൻറ്റേഷനിൽ ഞാൻ ഈ ആദ്യത്തെ സ്ലൈഡിലുള്ള ഡേറ്റാസ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ തീം ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ കളർ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻസിനകത്ത് കളേഴ്സിനകത്ത് പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ 2 തീമിൽ ഈ കസ്റ്റം 1 എന്ന് പറയുന്ന തീമും ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് കസ്റ്റം 1 ആണ്. അന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഈ മൈ തീം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് അന്ന് ഈ ഒരു തീം നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യത്തെ ടെക്സ്റ്റിനുള്ള ഇത് കണ്ടൻറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 4 കളേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ 4 കളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അത് നമ്മുടെ ഹോമിലായിരുന്നാലും നമ്മൾ കളർ എടുക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. കൂടാതെ ഞാൻ
ഫേസ്ബുക്ക് എൻ്റെ അതേ മോഡലിൽ വരുന്ന ഒരു ഫോണ്ടും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ഫോണ്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ആ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതും ഞാൻ ഈ ഒരു പർപ്പസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഒരു പിക്ചർ, നമ്മുടെ മാർക്ക് സക്കർബർഗിൻ്റെ ഒരു പിക്ചറും കൂടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നതിലേക്കായിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഫോർമാറ്റ് സ്ലൈഡിലോട്ട് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനിൽ ഏറ്റവും അവസാനത്തെ റിബൺ ഗ്രൂപ്പിൽ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നു. അതിനുശേഷം ഒരു ഗ്രേഡിയൻ ഫില്ലാണ് ഞാൻ കൊടുക്കുന്നത്. ഗ്രേഡിയൻ ഫില്ല് കൊടുത്തു. അതിനകത്തോട്ട് ഞാൻ കളർ ആഡ് ചെയ്യുകയാണ്. സോ ഞാൻ ഫസ്റ്റ് കളർ വന്നിട്ട് ഞാൻ ഇതിനകത്ത് ഞാനിപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നമ്മുടെ തീമല്ല. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന തീമല്ല. കാര്യം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന തീമിൽ ഈ ഓറഞ്ച് കളറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണ് എൻ്റെ കളർ തീം മാറിയിട്ടുണ്ടോ എന്ന്. സോ കളർ തീമിൽ ഇപ്പോൾ കിടക്കുന്നത് കസ്റ്റം കളറാണ്. ഞാനിപ്പോൾ എൻ്റെ തീമിലോട്ട് കസ്റ്റം 1 എന്ന് പറയുന്ന എൻ്റെ തീമിലോട്ട് ഞാൻ മാറ്റുകയാണ്. സോ ഞാൻ കളേഴ്സ് കസ്റ്റം സെലക്ട് ചെയ്തു. സോ സെലക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഗ്രേഡിയൻ്റ് ഓട്ടോമാറ്റിക്കലി ഫില്ലായി വന്നു. എൻ്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ച് ഞാൻ നേരത്തെ കൊടുത്തതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി വന്നത്. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കളേഴ്സ് സെലക്ട് ചെയ്യാം. കളേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ കളർ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന കളറാണ്. ഇതാ ഈ കാണുന്ന കളറാണ്. ഈ 2 കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. റേഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് നിന്നാണ് അല്ലെങ്കിൽ സെൻട്രലിലാണ് അതിൻ്റെ ഗ്രേഡിയൻ്റ് എഫക്റ്റ് ആവുന്നത്. നമ്മൾ ലീനിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് തന്നെ 3-4 ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ലീനിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഏറ്റവും ബോട്ടം ഈ ഡാർക്ക് കളറും ഏറ്റവും ടോപ്പ് ഈ ലൈറ്റ് കളറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ വേ, ഒരു സ്ട്രെയിറ്റ് വേയിലാണ് പോകുന്നത്. ഇതിപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡയറക്ഷൻസ് ഒക്കെ ഇവിടെ മാറ്റാം. നിങ്ങൾക്ക് കണ്ടോ, ഡയറക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ മാറ്റാം. കണ്ടോ, ഇതിൽ പല ഡയറക്ഷൻസ് ഉണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടം ടു ടോപ്പ് ഉണ്ട്, റൈറ്റ് ടു ലെഫ്റ്റ് ഉണ്ട്. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് റേഡിയലാണ്. റേഡിയലിലും അതുപോലെ തന്നെയാണ്. ഒരുപാട് ഡയറക്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പല ഡയറക്ഷൻസിലും അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സെൻറ്ററാണ്. സെൻറ്ററിൽ നിന്നും കളർ വരുന്ന രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ സെൻറ്റർ സെലക്ട് ചെയ്തു. സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെലക്റ്റായി. സോ ഞാൻ അപ്ലൈ ടു ഓൾ, എല്ലാത്തിനും ഞാൻ ഒരേ ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലോസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതിലേക്ക് വേണ്ടിയാണ് ഞാൻ ആ പാനൽസ് എല്ലാം ഞാൻ റിമൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇമേജ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻസേർട്ടിൽ പോവാം, പിക്ചേഴ്സ് ആ രീതിയിൽ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഞാൻ ഈ കാണുന്ന മാർക്ക് സക്കർബർഗിൻ്റെ പിക്ചർ ഞാൻ ഡ്രാഗ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ എൻ്റെ പ്രസൻറ്റേഷനിലോട്ട് ഞാൻ കൊണ്ടുവന്നു. സോ ആ ഒരു പിക്ചർ അവിടെ വന്നിട്ടുണ്ട്. ഇതിനെ എനിക്കിനി ക്രോപ്പ് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് റൗണ്ട് ഷേപ്പിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ ആ ഇമേജ് സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിലോട്ട് പോവുക. ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിലോട്ട് പോവുക. അതിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള റിബൺ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ക്രോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്രോപ്പ് എന്ന് പറയുന്ന മെയിൻ ഓപ്ഷൻ അല്ലാതെ തന്നെ ക്രോപ്പ് ടു ഷേപ്പ്, എനിക്കിവിടെ വേണ്ടത് സർക്കുലർ ഷേപ്പിലാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്രോപ്പ് ടു ഷേപ്പ് കൊടുത്തതിന് ശേഷം എനിക്ക് സർക്കിൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും. കേട്ടോ, ഷേപ്പ് കൊടുത്തതിന് ശേഷം ഞാൻ ഏത് ഷേപ്പിലോട്ട് വേണോ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഷേപ്പ് സർക്കിളാണ്. സെലക്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇതൊരു എന്താ പറയുക, വിത്തും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ സർക്കിളായിട്ടല്ല, ഒരു എലിപ്സ് ആയിട്ടാണ് വന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് പല സ്ഥലത്തും പല റേഡിയസ് എന്നുള്ള അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ കറക്റ്റ് എക്സാക്റ്റ് സർക്കിളാക്കാനായിട്ട് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോയും കൂടെ ഞാൻ ക്രോപ്പിൽ മാറ്റുകയാണ്. സോ ക്രോപ്പിൽ ചെല്ലുന്നു. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഞാൻ എന്തായിട്ട് കൊടുക്കും, 1:1 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോ. കാര്യം വിത്തും മീൻസ് റേഡിയസ് എല്ലായിടും ഒരേപോലെ വരാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആസ്പെക്ട് റേഷ്യോ 1:1 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോയിലോട്ട് മാറ്റി. അപ്പം കണ്ടോ, എൻ്റെ സർക്കിള് എനിക്ക് വളരെ കൃത്യമായിട്ടും കറക്റ്റ് സർക്കിൾ കിട്ടി. ഇനി നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ക്രോപ്പിനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജിനെയും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ പോർഷൻ ഇതിനകത്ത് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സർക്കിളിനകത്ത് ഏത് പോർഷനാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ എൻ്റെ സർക്കിളിനകത്തുള്ള കണ്ടൻറ്റാണ് എനിക്ക് വേണ്ടത്. ഞാൻ കുറച്ചും കൂടെ സെൻറ്ററിലോട്ടാക്കുകയാണ്. പരമാവധി എനിക്ക് സെൻറ്ററിലോട്ടാക്കാൻ പറ്റുന്നത് ഞാൻ സെൻറ്ററിലോട്ടാക്കി.
അതിനുശേഷം ഞാൻ ക്രോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. സോ എനിക്ക് സർക്കുലർ ഒരു ഷേപ്പിൽ എനിക്ക് ആ പിക്ചർ കിട്ടി. ഇനി അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്കെയിൽ ചെയ്യുകയാണ്. ഇൻ കേസ് നിങ്ങൾ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സ്കെയിൽ ചെയ്യുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, ഞാൻ ഷേപ്പ് സോ എനിക്ക് മിഡിലാണ് വേണ്ടത്, ഞാൻ അതിനെ കറക്റ്റ് മിഡിലിൽ പ്ലേസ് ചെയ്തു. സോ കറക്റ്റ് മിഡിലാണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ നിങ്ങൾ അലൈനിൽ പോവുക, ഫോർമാറ്റിൽ അലൈനിൽ പോവുക, അലൈൻ മിഡിൽ. സോ അലൈൻ മിഡിൽ ചെയ്യുമ്പോൾ അലൈൻ കറക്റ്റ് മിഡിൽ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് വന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്സ്റ്റ് ആണ്. കാര്യം ഇതിനകത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്ക് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് കുറച്ചും കൂടെ വലുതാക്കാം അല്ലേ. ഞാൻ ഈ ഷിഫ്റ്റും കൺട്രോളും പ്രസ് ചെയ്യുകയാണ് സെൻട്രൽ നിന്നും വലുതാക്കാനായിട്ട്. സോ കുറച്ചും കൂടെ വലുതാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. സോ ഇൻസേർട്ടിൽ പോകുന്നു, ടെക്സ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഹിസ്റ്ററി ഓഫ് കൊടുത്തു. അതിൻ്റെ ഫോണ്ട് വന്നിട്ട് ഞാൻ ഓക്കെ ഓപ്പൺ സാൻസ് ഒസ്വാൾഡ് ഞാൻ മീഡിയം കൊടുക്കുകയാണ്. ഒസ്വാൾഡ് മീഡിയം ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ അതിനെ ഒന്ന് സൈസ് വലുതാക്കുകയാണ്, ഫോണ്ടിൻ്റെ സൈസ്. ഓക്കെ, എനിക്ക് അത്യാവശ്യം ഒരുപാട് വേണ്ട. ഓക്കെ, സോ അതിനുശേഷം ഞാൻ Ctrl+D അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+D പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ ഫേസ്ബുക്ക് എന്നുള്ള കൊടുക്കുകയാണ്. ഓക്കെ, സോ FACBOOK ഓക്കെ ഫേസ്ബുക്ക് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ കളർ, അതിൻ്റെ ഫോണ്ട് വന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഫോണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കാര്യം ഫേസ്ബുക്കിൻ്റെ അതേ ഒരു ഫീൽ കിട്ടാനാണ് ഞാൻ ഫേസ്ബുക്കിൻ്റെ ഫോണ്ട് ഡൗൺലോഡ് ചെയ്തത്. ഞാൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഫോണ്ട് വലുതാക്കി. ഓക്കെ ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്ക് ഇത് ഞാൻ രണ്ടും വൈറ്റ് കളർ ഫോണ്ടിലോട്ട് മാറ്റുകയാണ്. സോ ഞാൻ അതിൻ്റെ ഫോർമാറ്റിൽ ടെക്സ്റ്റിൻ്റെ ഫില്ല് വന്നിട്ട് വൈറ്റ് കൊടുത്തു. ഓക്കെ, സോ വൈറ്റ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയും ഞാൻ വൈറ്റ്. പിന്നെ ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്നില്ല, കാര്യം ഇതിനകത്ത് ഓൾറെഡി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അതിനകത്ത്. അതുകൊണ്ട് ഞാൻ ഈ ഹിസ്റ്ററി ഓഫിന് മറ്റൊരു കളർ കൊടുക്കുകയാണ്. നമ്മുടെ തീമിനകത്തുള്ള തന്നെ ബ്ലൂവിൻ്റെ ഏറ്റവും കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്ലൂ കളർ ഞാൻ കൊടുക്കുകയാണ്. ഫേസ്ബുക്ക് ഓക്കെ വൈറ്റ് തന്നെ ഞാൻ കൊടുത്തു. ഓക്കെ, ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്ക് ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് കറക്റ്റ് അലൈൻ ചെയ്യാം. ഞാൻ അതിനെ കറക്റ്റായിട്ടൊന്ന് കൊണ്ടുവച്ചു, ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്ക്. ഓക്കെ, കൂടാതെ ഞാൻ ഇതിന് ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കുകയാണ്. കാര്യം ടെക്സ്റ്റിനെ ഒന്നുകൂടെ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ. നമ്മൾ സാധാരണ എന്തെങ്കിലും ഇമേജ് ആയിരുന്നാലും നമ്മൾ കണ്ടിട്ടില്ലേ, ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിരിക്കും. എന്തിനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവുന്നത്? കാര്യം നമ്മുടെ ആ ഒരു സബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ബ്ലർ ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്കൊരു ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡ്രോപ്പ് ഷാഡോ, സ്ട്രോക്ക്, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ ഡ്രോപ്പ് ഷാഡോ കൊടുക്കുകയാണ്. സോ ടെക്സ്റ്റ് എഫക്ട്സിൽ ഞാൻ ഷാഡോ ഓപ്ഷനകത്ത് എനിക്ക് ഡ്രോപ്പ് ഷാഡോ ഉണ്ട്. സോ ഞാൻ ടെക്സ്റ്റ് എഫക്ട്സിനകത്ത് ഡ്രോപ്പ് ഷാഡോ സോ ഞാനൊരു ഓപ്ഷൻ കൊടുത്തു, ജസ്റ്റ് ഇപ്പോഴത്തേക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഓക്കെ കൊടുത്തു. എങ്കിലും നമ്മൾ അതിൻ്റെ ഷാഡോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് സൂം ചെയ്യുന്ന കൺട്രോളും മൗസിൻ്റെ വീലും കൂടെ ഉപയോഗിച്ചിട്ടാണ്. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് മൗസിൻ്റെ വീല് നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മൾ ഇനി അടുത്ത സ്ലൈഡുകൾ ചെയ്യുമ്പോഴത്തേക്കും. കാര്യം നമുക്ക് ഓരോ സ്ലൈഡും ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വളരെ സൂം ചെയ്താണ് അത് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് എഫക്ട്സിനകത്ത് ഷാഡോ കൊടുക്കുകയാണ്. ടെക്സ്റ്റ് എഫക്ട്സ് വന്നിട്ട് ഓക്കെ സോ കൊടുത്തു. അതിനുശേഷം ഞാൻ ടെക്സ്റ്റ് എഫക്ട്സിൻ്റെ ഫോർമാറ്റ് ഓപ്ഷനിലോട്ട് പോയി. അവിടെ കണ്ടോ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യാം. കണ്ടോ അതിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടാം, കുറയ്ക്കാം. ഓക്കെ, എനിക്ക് കുറച്ച് ഡാർക്കായിട്ട് വേണം, കാര്യം എങ്കിലേ അത് കുറച്ചും കൂടെ സെപ്പറേറ്റ് ചെയ്ത് വേണം. സൈസ് വന്നിട്ട് അത് എത്ര വലിയ സൈസിലോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റാം. ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഷാഡോ എനിക്കൊരു അത്യാവശ്യം ഒരുപാട് വേണ്ട, എനിക്ക് ഈ ഒരു ലെവലിലൊക്കെ മതി. അതുപോലെ എനിക്ക് റൈറ്റ് സൈഡിലോട്ടാണ് അതിൻ്റെ ആംഗിൾ വേണ്ടത്. സോ ഞാൻ അതിൻ്റെ ആംഗിൾ വന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ ഈ ഒരു സൈഡിലോട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ ഇതൊന്ന് ബ്ലർ ചെയ്ത് വിടുകയാണ്. ഇത് ഷാർപ്പ് എഡ്ജായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. സോ ഒരു ബേസിക് ബ്ലറിലോട്ട് ഞാൻ വിട്ടു.
ഡിസ്റ്റൻസ് ഇപ്പോൾ കൂടുതലാണ്, കുറച്ചും കൂടെ കുറയ്ക്കാം, കാര്യം അത്രയും വേണ്ടായിരിക്കും. ഓക്കെ, സോ ഞാൻ കുറച്ചും കൂടെ കുറച്ചു, 2 പോയിൻ്റ് എന്ന് പറയുന്നല്ലോ കൊടുത്തു. ഇപ്പോൾ കണ്ടോ, എനിക്ക് കുറച്ചും കൂടെ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ആ സെപ്പറേറ്റ് ചെയ്ത് അത് നിൽക്കുന്നുണ്ട് അല്ലേ. ആ ടെക്സ്റ്റ് കുറച്ചും കൂടെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കുറച്ചും കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് ഹോമിൽ പോയി ഓക്കെ കീബോർഡിൽ അപ്പ് ആരോ ഡൗൺ ആരോ മൈന്യൂട്ട് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ മൂവ്മെൻറ്റിന് വേണ്ടി ഈ പറഞ്ഞതുപോലെ അപ്പ് ആരോ ഡൗൺ ആരോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും അതിനെ സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഫോട്ടോയെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിലേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫോർമാറ്റിൽ പോയതിനു ശേഷം അതിനൊരു ബോർഡർ കൊടുക്കാം അല്ലേ. പിക്ചർ ബോർഡർ നമുക്കൊരു വൈറ്റ് ബോർഡർ കൊടുക്കാം. ഓക്കെ, സോ വൈറ്റ് കൊടുത്തു ഞാൻ. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് ഓക്കെ, അതിൻ്റെ കൂടുതൽ ഫോർമാറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ ഓപ്ഷൻസിലോട്ട് പോവാം. ഞാൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഫില്ല് ഔട്ട്ലൈൻ വന്നിട്ട് അതിൻ്റെ സൈസ് കുറച്ചും കൂടെ കൂടുതലാക്കി കൊടുക്കുകയാണ്. ഒരു 5 അത്രയും വേണ്ട, ഒരു 5 പോയിൻറ്റ്സ് ഒക്കെ ഞാൻ കൊടുക്കുകയാണ്. 5 പോയിൻറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ എക്സാമ്പിളിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ ഈ ബോർഡർ ഗ്രേഡിയൻ്റ് എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഫോർമാറ്റ് ഓപ്ഷനകത്ത് ഫോർമാറ്റ് ഓപ്ഷനകത്ത് നിങ്ങളുടെ ലൈൻ ഇപ്പോൾ സോളിഡ് ലൈനായിട്ടാണ് കിടക്കുന്നത് അല്ലേ. സോളിഡ് ലൈൻ അതിനെ എന്താക്കിയാൽ മതി, നിങ്ങൾ ഗ്രേഡിയൻ ലൈനിലോട്ട് കൊണ്ടുവരിക. സോ ഗ്രേഡിയൻ ലൈനിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഇതെല്ലാം മാറ്റി അതിനകത്ത് ഗ്രേഡിയൻ സ്റ്റോപ്സിനകത്ത് ഫസ്റ്റ് കളർ നമുക്കൊരു ഡാർക്ക് ബ്ലൂ കൊടുക്കാം. ഓക്കെ, സോ ഡാർക്ക് ബ്ലൂ. അതിനുശേഷം സെക്കൻഡ് കളർ ഞാൻ ലൈറ്റ് ബ്ലൂവും കൊടുക്കുകയാണ്. സോ ആ ഒരു ഇതിൻ്റെ തന്നെ ലൈറ്റ് ആയിട്ട് കൊടുത്തു. സോ ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റിലുള്ളതുകൊണ്ട് അതിൻ്റെയും ഓപ്ഷൻസ് ലീനിയർ വേണോ റേഡിയൽ വേണോ അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. സോ ഞാൻ ലീനിയർ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ലീനിയർ ഓപ്ഷൻ കൊടുത്തു, അതിനുശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോപ്പേഴ്സിനെ എന്ത് ചെയ്യാം, എനിക്ക് ഈ ഷേപ്പിൻ്റെ ഈ സ്റ്റോപ്പേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം അല്ലേ. സ്റ്റോപ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ എനിക്ക് ഏറ്റവും മുകളിൽ ലൈറ്റും താഴോട്ട് ഡാർക്കും കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, സോ ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് അല്ലേ. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കർവ്, ഒരു പാത്ത് ഇങ്ങനെ മൂവായി വരണം അല്ലേ. ഒരു കർവ് പാത്ത് ഇങ്ങനെ മൂവായിട്ട് വരണം. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇവിടെ നിന്നൊരു കർവ് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ആ കർവ് ഒന്ന് വരയ്ക്കാം. കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. സോ കർവ് വരയ്ക്കുന്നതിലേക്കായിട്ട് ആദ്യം നമുക്ക് ഇത് രണ്ടും ഒന്ന് ഹൈഡ് ചെയ്യാം. കാര്യം ഇതുണ്ടെങ്കിൽ ഇത് ഇവിടെ വരയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഹോമിനകത്ത് സെലക്ഷൻ പെയിൻ എടുക്കുക. ഓക്കെ, സെലക്ഷൻ പെയിൻ എടുക്കുക. അതിനുശേഷം ഈ 2 ടെക്സ്റ്റ് ബോക്സിനെയും ഞാൻ എന്ത് ചെയ്യുകയാണ്, ഹൈഡ് ചെയ്യുകയാണ്. ഈ ഐ കണ്ടോ, ഇതിൻ്റെ ഇവിടെ നമുക്ക് ഐ ഓപ്ഷനുണ്ട്. ഐ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് കാണാനും വിസിബിൾ ആക്കാനും അൺവിസിബിൾ ആക്കാനും ഒക്കെ ഉള്ള ഓപ്ഷനുണ്ട്. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് അതിനെ 2നെ ഹൈഡ് ചെയ്തു. അതിനുശേഷം ഞാൻ അതിന് ലൈൻ വരയ്ക്കുകയാണ്. സോ ഞാൻ ഷേപ്പ് ക്ലിക്ക് ചെയ്യുന്നു, ലൈൻ. സോ ലൈൻ അല്ല, ഞാനിവിടെ ആർക്കാണ് ഉപയോഗിക്കുന്നത്. സോ ആർക്ക് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇവിടെ കിടപ്പുണ്ട്. ആർക്ക് നോർമൽ ആർക്കാണ്. സോ ആർക്ക് ഞാൻ എടുക്കുകയാണ്, ഷേപ്പ് എടുത്തു, ആർക്ക്. സോ അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ആ ആർക്ക് വരച്ചു. ഓക്കെ, സോ ആർക്ക് വരച്ചു. നിങ്ങൾക്ക് ഇനി ഇതിനെ മോഡിഫൈ ചെയ്യാം. ആർക്ക് എത്ര ദൂരം വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. ഞാൻ ആവശ്യത്തിന് ആർക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്ന കാര്യം എനിക്ക് ഇങ്ങനെ ഒരു ആർക്കാണ് വേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, അതിനെ കറക്റ്റ് നമ്മുടെ ആ ഇമേജിൽ നിന്ന് വരുന്നത് പോലെ, ആർക്ക് ഇമേജിൽ നിന്ന് വരുന്നത് പോലെ ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ ഇതിൻ്റെ കളറ് ഞാൻ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഫോർമാറ്റ് ഷേപ്പിലോട്ട് പോയതിന് ശേഷം അതിനെന്ത് ചെയ്യുകയാണ്, അതിൻ്റെ കളറ് വൈറ്റ് കൊടുക്കുകയാണ്. സോ ഇപ്പോഴത്തെ സെലക്ഷൻ പെയിൻ ഓഫ് ചെയ്യാം. കളർ വൈറ്റ് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ തിക്നെസ് വിത്ത് വന്നിട്ട് ഞാനൊരു 4
പോയിൻ്റ് തിക്നെസ് കൊടുക്കുകയാണ്. 4 പോയിൻ്റ് തിക്നെസ് കൊടുത്തു. ഓക്കെ, സോ 4 പോയിൻ്റ് തിക്നെസ്, അതുപോലെ തന്നെ കളറ് വൈറ്റ് ആണ്. ഓക്കെ, സോ ഓക്കെ ഫൈൻ. ഇനി അടുത്ത് എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാനൊരു ലൈനും കൂടെ വരയ്ക്കുകയാണ്. കാര്യം ഇതിനകത്ത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് എനിക്കൊരു ലൈൻ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഫയലിൽ പോകുന്നു, ഷേപ്പിൽ നിന്ന് ലൈൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് കണ്ടിന്യൂഷനായിട്ട് ഞാൻ കറക്റ്റായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു ലൈൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ചു കൊടുത്തു. അതിൻ്റെയും ഫോർമാറ്റ് ഷേപ്പിൽ ഞാൻ എന്ത് ഓപ്ഷനാണ്, 4 പോയിൻ്റ് തിക്നെസ്, അതുപോലെ തന്നെ കളറ് വൈറ്റ്. ഓക്കെ, സോ ഇപ്പോൾ കണ്ടോ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെ എനിക്ക് കിട്ടി. ഇവിടെ നിന്ന് കറക്റ്റ് ഇവിടം വരെ കണ്ടോ, ഇത് തുടക്കം മുതൽ ഇവിടം വരെ എനിക്ക് കറക്റ്റ് ഒരു കണ്ടിന്യൂഷനായിട്ട് കിട്ടി. ഈ ഒരു ഒബ്ജക്റ്റിനെ എനിക്ക് എന്ത് ചെയ്താൽ മതി, റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എവിടെ പോകും, ഏറ്റവും ബാക്കിൽ പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വരില്ല. അതായത് ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓവർലാപ്പ് ചെയ്ത് നിൽപ്പുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ സെൻഡ് ടു ബാക്ക്, ആ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ഏറ്റവും ബാക്കിൽ വയ്ക്കുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഓവർലാപ്പിംഗ് ഇല്ല. ഓക്കെ, സോ ഏകദേശം എൻ്റെ ഒരു ലൈൻ ഞാൻ വരച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത സ്ലൈഡാണ്. ഓക്കെ, കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലൈഡിൻ്റെ ഏകദേശം ഓപ്ഷൻസ് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് കൊടുക്കേണ്ട ചെറിയൊരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, 2015, അതെല്ലാം നമുക്ക് ഇനി ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആ കർവ് മുഴുവനും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കർവ് മുഴുവനും കംപ്ലീറ്റ് ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, സെക്കൻഡ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സെക്കൻഡ് സ്ലൈഡ് ഞാൻ ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തത്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കണ്ടോ, ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പോവുകയാണ്. സോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന കാര്യം, എനിക്ക് അറിയണം ഇത് എവിടെയാണ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത് വരുന്നത്. നമ്മൾ ആ ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വരത്തില്ല. സോ ഞാൻ എന്ത് ചെയ്യുകയാണ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്. അപ്പോൾ എനിക്ക് വീണ്ടും ആ സ്ലൈഡ് വന്നു. ഈ സ്ലൈഡിൽ രണ്ടാമത്തെ സ്ലൈഡിൽ ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്, ഈ ഒബ്ജക്റ്റും ഡിലീറ്റ് ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് ഈ ലൈൻ ഇതാണ് വരുന്നത് അല്ലേ, എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള സ്ലൈഡിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് അല്ലേ, ഇവിടെ ഈ ലൈൻ ഇവിടെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ സ്ലൈഡ് കഴിഞ്ഞ് ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ഈ സ്ലൈഡ് അടുത്ത സ്ലൈഡിലോട്ട് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് കണ്ടിന്യൂഷനായിട്ട് വേണം ആ ലൈൻ ഇവിടെ വരാനായിട്ട് കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈനിനെ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലൈനിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് മേലിലോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു റെഫറൻസ് ലൈൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, സോ അതിനുശേഷം ഞാൻ എന്താണ്, നമ്മുടെ റെഫറൻസ് ഫയൽ നോക്കാം. ഇവിടെ ഞാൻ രണ്ടാമത്തെ സ്ലൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു കർവ് സ്ട്രെയിറ്റ് പോയി ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഡ്രോ ചെയ്തെടുക്കാം. എങ്ങനെയാണ് ഡ്രോ ചെയ്തെന്ന് നോക്കാം. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു കർവ് സെലക്ട് ചെയ്യുന്നു. കർവ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഡ്രോ ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കർവ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇങ്ങോട്ടല്ല വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ കർവിനെ ഒന്ന് വലുതാക്കിയതിന് ശേഷം ആ കർവിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ട സ്ട്രെയിറ്റ് ലൈനായിട്ട് വേണ്ട ആ ഒരു ഇതിൽ വന്നിട്ട് അതിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ വയ്ക്കാം കണ്ടോ. അതിനുശേഷം ഞാൻ അതിൻ്റെ എന്താണ് 4 പോയിൻ്റ് കളറ് വൈറ്റാണ്. ഓക്കെ, സോ ചെറിയൊരു ഇതുണ്ടെന്ന് തോന്നുന്നു, ചെറിയൊരു കണ്ടിന്യൂഷൻ്റെ. ഓക്കെ, സോ ചെറിയൊരു കണ്ടിന്യൂഷൻ ഉണ്ട്. ഞാൻ കീബോർഡിൽ ലെഫ്റ്റ് ആരോ ഉപയോഗിച്ച് അതിൻ്റെ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ, ഇപ്പോൾ നമുക്കത് ഏകദേശം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. സോ അതിനുശേഷം എന്താണ്, എനിക്ക് ഇങ്ങോട്ട് കുറച്ച് ദൂരം പോകണം, അത് കഴിഞ്ഞ് വീണ്ടും റൊട്ടേറ്റ് ചെയ്യണം. സോ ഞാനൊരു നോർമൽ ലൈൻ എടുത്ത് അതിനെ കണ്ടിന്യൂഷൻ ഞാനിവിടെ വരയ്ക്കുകയാണ്. സോ നോർമൽ ലൈൻ ഇവിടം വരെ കൊടുത്തു. ഓക്കെ, സോ അതിന് ഞാൻ എന്താണ് 4 പോയിൻ്റ് കളറ് വൈറ്റ്. ഓക്കെ, കാര്യം ഒരേ തിക്നെസ് ആണെങ്കിലേ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് ഫീൽ ചെയ്യത്തുള്ളൂ അല്ലേ. ഇതാ ഇപ്പോൾ നോക്കി ഏതാണ്ട് ഇത് കാണുമ്പോൾ അറിയാം നമുക്ക്, ഇതാ ഇവിടെ നിന്ന് തുടങ്ങി കണ്ടിന്യൂഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കണ്ടിന്യൂഷന് വേണ്ടിയാണ് ഈ റെഫറൻസ് വെച്ചത്. ഇനി ആ റെഫറൻസിൻ്റെ ആവശ്യമില്ല, ഞാനത് ഡിലീറ്റ് ചെയ്തു. സോ അതിനുശേഷം എന്താണ്, അതിനുശേഷം ഞാൻ അടുത്തൊരു കർവ് എടുത്ത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. സോ ഞാൻ വീണ്ടും കർവ് എടുക്കുന്നു, ഞാനിവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കും. സോ ഇവിടെ എനിക്ക് ഈ കർവ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ കർവ് ഞാൻ ഒന്നുകിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് തന്നെ ഈ നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ഓപ്ഷനിലോട്ട് കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെ ഫ്ലിപ്പ് ചെയ്യാം. എങ്ങനെയാണ്, നിങ്ങളുടെ ഫോർമാറ്റിൽ പോയി റൊട്ടേറ്റ് ഓപ്ഷനിൽ കഴിഞ്ഞാൽ ഫ്ലിപ്പ് കണ്ടോ, വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഓപ്ഷനുണ്ട്. ഇവിടെ ഹൊറിസോണ്ടൽ കൊടുക്കുന്ന കഴിയുന്ന സമയത്ത് കണ്ടോ എൻ്റെ
ആർക്ക് ഒന്ന് ഫ്ലിപ്പായിട്ടുണ്ട് കണ്ടോ. ഫ്ലിപ്പായി. ഞാനിതൊന്ന് കളർ ആദ്യമേ മാറ്റുകയാണ്, കാണുന്നതിലേക്ക് വേണ്ടിയാണ്. സോ 4 പോയിന്റ് കൊടുത്തു, അതുപോലെ തന്നെ കളർ വൈറ്റ് കൊടുത്തു. സോ ഇതാ ഫ്ലിപ്പായപ്പോഴത്തേക്ക് ഏകദേശം കറക്റ്റായിട്ടാണ് കണ്ടോ, അതുമായിട്ട് സിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കർവ് കണ്ടിന്യൂ ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന യെല്ലോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം കണ്ടോ. അതിനെ കണ്ടിന്യൂ, നിങ്ങൾക്ക് ഇത് കുറച്ച് വലിയ ആർക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ട്രാൻസ്ഫോം ചെയ്ത് വലുതാക്കുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യുക. ഓക്കെ ഫൈൻ. അപ്പോൾ കുറച്ചും കൂടെ വലിയ ആർക്ക്, അപ്പം എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് ചെയ്യാം. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഒരു കർവ് റിലേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കൂടെ കർവ് എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈനിൽ നിങ്ങൾക്ക് ഇതേ എഫക്റ്റ് കൊണ്ടുവരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ഏറ്റവും മുകളിലെ ഒരു ട്രാൻസിഷനിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. ഇങ്ങനെ താഴോട്ട് ട്രാൻസിഷൻ ചെയ്ത് ഇറങ്ങുകയാണ്. പക്ഷെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൈം ലൈൻ എഫക്റ്റ് കൊണ്ടുവരാം. ഒരു സിംഗിൾ ലൈനിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ വീണ്ടും ഇതൊന്ന് പഴയ അത്രയും അളവിലോട്ട് ഞാൻ മാറ്റുകയാണ്. ഓക്കെ, എനിക്ക് ഇത്രയും മതി. സോ ഞാനിവിടെ എന്ത് ചെയ്യുകയാണ്, വീണ്ടും ലൈൻ കൊടുക്കും. സോ ലൈൻ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇത് കുറച്ചും കൂടെ കൂടുതൽ വരണം അല്ലേ, ഈ ഒരു ഏരിയ വരെ വരണം. ഓക്കെ, സോ ഞാൻ അത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ പോയിൻറ്റ്സ് വീണ്ടും ഞാൻ എന്ത് ചെയ്താൽ ഇതിനെ തന്നെ കോപ്പി ചെയ്ത് ഇവിടെ വെച്ചാൽ മതി അല്ലേ. Ctrl+C Ctrl+V എനിക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്താൽ മതി, ഫോർമാറ്റിൽ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് എന്ത് ചെയ്താൽ മതി, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ചെയ്ത് കഴിയുമ്പോൾ അതിനെ എനിക്ക് ഹൊറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും കണ്ടോ. ഹൊറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും ലൈൻ എനിക്ക് വേണം. സോ ഞാൻ ആ ലൈൻ്റെ ഒരു നീളം ഞാൻ ഈ ലൈൻ തന്നെ കോപ്പി ചെയ്തെടുക്കുകയാണ്. കാര്യം പല നീളത്തിൽ വരണ്ടല്ലോ, ഒരേ നീളത്തിൽ പോകാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, Ctrl+C Ctrl+V. സോ അതിനുശേഷം ഞാനതിനെ കറക്റ്റായിട്ട് ഇതിൽ കൊണ്ട് പ്ലേസ് ചെയ്യും. കുറച്ചും കൂടെ സൂം ചെയ്ത് ഞാൻ അതിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്തു. കുറച്ച് അപ്പാരോ കൊടുത്തു. ഓക്കെ ഫൈൻ. സോ അതിനുശേഷം ഞാൻ എന്താണ്, ഇവിടെ നിന്ന് വീണ്ടും എൻ്റെ കർവ് താഴോട്ട് പോവുകയാണ് അല്ലേ. എൻ്റെ വീണ്ടും ഈ ഒരു ഓപ്ഷൻ ഇത് കുറച്ചും കൂടെ താഴോട്ട് പോവുകയാണ്. സോ ഞാൻ എന്ത് ചെയ്യുകയാണ്, വീണ്ടും കർവ് എടുക്കുന്നു. സോ ഇവിടെ ഉണ്ട് കർവ്. ഞാൻ ഈ കർവ് തന്നെ Ctrl+C Ctrl+V അല്ലേ പേസ്റ്റ് ചെയ്യുന്നു. എനിക്കിവിടെ എന്ത് ചെയ്താൽ മതി, ഫ്ലിപ്പ് ചെയ്താൽ മതി. ഞാനിതിനെ റൊട്ടേറ്റ് ഫോർമാറ്റിൽ റൊട്ടേറ്റ് ഓപ്ഷൻ. സോ ഇതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഇരിക്കുന്നതിന് ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇതായി, പക്ഷേ ഇനി തിരിച്ചും കൂടെ ചെയ്താലേ എനിക്കത് വരത്തുള്ളൂ. സോ റൊട്ടേറ്റിൽ ഫ്ലിപ്പ് വെർട്ടിക്കലും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിത് കറക്റ്റായിട്ട് അലൈൻ ആവും. ഓക്കെ, സോ ഞാനത് കൊടുത്തു. അതിനുശേഷം വീണ്ടും എനിക്ക് സ്ട്രെയിറ്റ് ലൈനാണ്. സോ ഞാൻ എന്ത് ചെയ്യുകയാണ്, അടുത്തൊരു ലൈൻ ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ നിന്ന് കറക്റ്റായിട്ട് ലൈൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ ആ ലൈന് കൊടുത്തു. അതിൻ്റെ പോയിൻറ്റ്സ് 4 പോയിൻറ്റ്, കളറ് വൈറ്റ് കണ്ടോ. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് എങ്ങനെയാണ് ആ ട്രാൻസിഷൻ അപ്ലൈ ആവുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ രണ്ടാമത്തെ സ്ലൈഡിൽ ആ ട്രാൻസിഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഏതാണ് നമ്മുടെ ട്രാൻസിഷൻ, നമ്മളിവിടെ ഉപയോഗിക്കുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്ന ട്രാൻസിഷനിലോട്ട് പോവുക. അതിനകത്ത് ഏതാ ഉപയോഗിക്കുന്നത്, പാൻ എന്ന് പറയുന്ന ട്രാൻസിഷനാണ് ഉപയോഗിക്കുന്നത്. ഡൈനാമിക് കണ്ടന്റിനകത്ത് പാൻ എന്ന് പറയുന്ന ട്രാൻസിഷനാണ് ഉപയോഗിക്കുന്നത്. സോ ഞാനിവിടെ എന്ത് യൂസ് ചെയ്യുന്നു, പാൻ യൂസ് ചെയ്യും. പാൻ കൊടുത്തു. അപ്പോൾ കണ്ടോ, ഒന്ന് നോക്കി, നമ്മുടെ ആ ഒരു പ്ലേ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രിവ്യൂ നോക്കുമ്പോൾ അറിയാം കണ്ടോ, നമ്മുടെ സ്ലൈഡ് മുകളിൽ നിന്നും ഓട്ടോമാറ്റിക്കലി താഴോട്ട് പോകുന്ന പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നല്ലൊരു കമ്പോസിറ്റിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ എഡിറ്റ് ചെയ്യുന്നത് പോലെയുള്ള അതേ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഈ പറഞ്ഞ പാൻ എഫക്റ്റിലൂടെ സാധിച്ചു. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ ഇത് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മൂന്നാമത്തെ സ്ലൈഡ് കൊടുത്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ മാത്രമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2005 അല്ലേ, 2004, 2005, 2006, 7, 8, 9 കഴിഞ്ഞാൽ പിന്നെ കുറേ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടാണ് 2015 കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഇൻ്റർവെല്ല് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കൊരു സ്ട്രെയിറ്റ് സ്ലൈഡ് കൊടുത്തത്. സോ നമുക്കും അതുപോലെ ഒരു സ്ട്രെയിറ്റ് സ്ലൈഡ് കൊടുക്കാം. സോ രണ്ടാമത്തെ സ്ലൈഡായി. ഞാൻ ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു പോർഷനെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. കാര്യം ഇതൊന്നും ആവശ്യമില്ല. ഇനി എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് ഏതാണ്,
ഇതാണ്, ഈ ലൈനാണ്. കാര്യം എന്താണ്, ഈ ലൈനിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത് വരേണ്ടത് അല്ലേ. അതുകൊണ്ട് ആ ലൈൻ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് റെഫറൻസ് എന്നുള്ള രീതിയിൽ വെച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു റെഫറൻസ് ലൈനിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത് വരുന്നത്. ആദ്യത്തെ റെഫറൻസ് ലൈൻ ഈ കാണുന്ന സ്ലൈഡിൻ്റെ ഈ ലൈനാണ് നമ്മൾ റെഫറൻസ് ലൈനായിട്ട് രണ്ടാമത്തെ സ്ലൈഡിന് എടുത്തത്. രണ്ടാമത്തെ സ്ലൈഡിൻ്റെ കണ്ടിന്യൂഷൻ്റെ ഈ ലൈനാണ് നമ്മൾ അടുത്ത സ്ലൈഡിൻ്റെ റെഫറൻസ് ലൈനായിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഈ ലൈൻ കണ്ടിന്യൂസ് ആയിട്ട്, അപ്പോൾ ലൈനിൽ വന്നതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത് അല്ലേ. നോക്കാം ഒന്നുകൂടെ. അതെ, ഇവിടെ നിന്ന് നമ്മൾ ഡ്രാഗ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ വരുന്നത്. സോറി, അതിനിടയിൽ ഒരു സിംഗിൾ ലൈൻ ഉണ്ട്, അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ നിന്ന് ലൈൻ വരയ്ക്കുകയാണ്. സോ ഇൻസേർട്ട് ലൈൻ. സോ ഞാൻ ക്ലിക്ക് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്താൽ മതി, എൻ്റെ പോയിന്റ്സ് മാത്രം മാറ്റി കൊടുത്താൽ മതി, കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്, ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു ലൈൻ ഇങ്ങനെ അങ്ങ് പോയി. ഓക്കെ, കണ്ടിന്യൂഷനായിട്ട് ഒരു ലൈൻ ഇങ്ങനെ പോയി. അതിനുശേഷം വീണ്ടും അടുത്ത സ്ലൈഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇതിൽ ഈ ലൈനിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ നോക്കിക്കോണം, ഇതിൻ്റെ ഇത്തിരി പുറത്ത് കിടന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇവിടെയൊക്കെ നമ്മൾ അല്പം പുറത്ത് കിടന്നാലും പ്രശ്നമില്ല, പക്ഷേ നമ്മളത് നോക്കണം. ഓക്കെ, സോ ഇവിടെ കുഴപ്പമില്ല. കുറച്ചും കൂടെ ഡ്രാഗ് ചെയ്ത് ഞാൻ വെളിയിലോട്ട് വെച്ചു. കാര്യം അതാകുമ്പോഴത്തേക്ക് നമുക്ക് പേടിക്കാനൊന്നുമില്ല, കൃത്യമായിട്ടും ആ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടും. സോ അടുത്ത് വീണ്ടും ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ സ്ലൈഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഒന്നുകിൽ ന്യൂ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ ഡി പ്രസ് ചെയ്യുന്നത് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഷോർട്ട് കീ ആണ്, കൺട്രോൾ ഡി. സോ അതിനുശേഷം എന്താണ്, അടുത്ത സ്ലൈഡിൻ്റെ ഈ റെഫറൻസ് ലൈൻ. ഓക്കെ, ഈ റെഫറൻസ് ലൈനെ ഞാനൊന്ന് ചെറുതാക്കുകയാണ്. കാര്യം ഇത്രയും വലിയ ലൈനിൻ്റെ റെഫറൻസ് ലൈനിൻ്റെ ആവശ്യമില്ലല്ലോ. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ ചെറുതാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കുറച്ച് മേലിലോട്ട് വെച്ച്. ഓക്കെ, സോ ഇനി ഞാൻ ഇതിനെ കണ്ടിന്യൂ ചെയ്താണ് ഞാൻ പോകുന്നത്. സോ ഞാൻ വീണ്ടും ഒരു ആർക്ക് എനിക്ക് വേണം. സോ അതുകൊണ്ട് ആദ്യം ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ സ്ലൈഡിലുള്ള ഈ കാണുന്ന ആർക്കിനെ തന്നെ കൺട്രോൾ സി കോപ്പി ചെയ്തു. ഞാൻ ഇതിലോട്ട് വന്നു, കൺട്രോൾ വി. ഓക്കെ, സോ ഈ ആർക്കിനെ തന്നെ ഞാൻ യൂസ് ചെയ്യുകയാണ്. ഞാൻ അതിനെ എന്ത് ചെയ്യുകയാണ്, ഫോർമാറ്റിൽ പോയതിന് ശേഷം അതിൻ്റെ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുത്തു. അതിനുശേഷം അതിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുകയാണ്, അതുമായിട്ട് അലൈൻ ചെയ്തു. ഓക്കെ, സോ ഇനി അടുത്ത സ്ട്രെയിറ്റ് ലൈനാണ് വേണ്ടത്. വീണ്ടും എനിക്ക് എന്ത് ചെയ്താൽ മതി, ഞാൻ എൻ്റെ രണ്ടാം സ്ലൈഡിൽ ഇതായി ഒരു ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഞാനൊന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് എടുക്കുകയാണ്, കൺട്രോൾ സി. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുന്നു, ഞാനിവിടെ കൊണ്ടുവന്ന് കൺട്രോൾ വി. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. സോ ഫസ്റ്റ് ലൈൻ എടുത്തു, അതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഞാനിവിടെ കൊടുക്കുന്നു. സോ കറക്റ്റ് നമുക്ക് ആ അളവും കാര്യങ്ങളൊന്നും മാറത്തില്ല, ആ നേരത്തെ ഉണ്ടായിരുന്ന അതേ അളവ് തന്നെ നമുക്ക് ഇതിലോട്ടും കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർമാറ്റിൽ റൊട്ടേറ്റ് ഹൊറിസോണ്ടൽ. ഓക്കെ, അടുത്ത ഈ ലൈനിനെ ഞാൻ കൃത്യമായിട്ട് അതിൽ ചെയ്തു. ഓക്കെ, സോ വീണ്ടും ഞാൻ ഈ ഒരു കൺട്രോൾ സി കൺട്രോൾ വി ഇവിടെ വയ്ക്കുന്നു. ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, കൺട്രോൾ സി കൺട്രോൾ വി. നമുക്ക് ഇത്രയും നീളം, ഓക്കെ, കുറച്ചും കൂടെ നീളമാവാം. എനിക്ക് തോന്നുന്നു അത്രയും സ്ലൈഡിൽ ഞാൻ ഒഴിവാക്കി. കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലേക്കായിട്ട് മാത്രമായതുകൊണ്ട് ഞാനത് ഈ ഒരു 4 സ്ലൈഡിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ കൊണ്ട് നമ്മളതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ അത് കഴിഞ്ഞ് അപ്പോൾ ഏകദേശം നമ്മുടെ എഫക്റ്റ് ഒക്കെ ആയി. നമ്മുടെ എല്ലായിടത്തും നമ്മുടെ ട്രാൻസിഷൻ എഫക്റ്റ് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആയിട്ടുണ്ട്. പാന്, ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്ത പാൻ എന്ന് പറയുന്ന ആ ട്രാൻസിഷൻ എഫക്റ്റ് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആയിപ്പോയി. നമുക്കൊന്ന് കാണാം. സ്ലൈഡ് ഷോ ഫ്രം ബിഗിൻ. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സ്ലൈഡ്, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ സ്ലൈഡ്, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നാലാമത്തെ സ്ലൈഡ്. കണ്ടോ, ഇതാണ് ബേസിക്. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ എന്താണ് നോർമലായിട്ടുള്ള അനിമേഷൻസ് അപ്ലൈ ചെയ്തൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും ഞാൻ അതും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കണ്ടു നോക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ലഭിക്കും. സോ ഫസ്റ്റ് സ്ലൈഡിൽ ഓൾറെഡി നമ്മുടെ 2 ടെക്സ്റ്റ് ഉണ്ട്. അത് മുതലാണ് നമുക്ക് അനിമേറ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാനിവിടെ ഒരു ടെക്സ്റ്റ് സെലക്ഷൻ പെയിൻ ഉപയോഗിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. സോ സെലക്ഷൻ പെയിൻ ഓപ്പൺ ചെയ്തു, അതിനകത്തുള്ള 2ഉം ഞാൻ ഓപ്പൺ ചെയ്തു. ഈ ഇമേജിനെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇമേജിനെ അനിമേറ്റ് ചെയ്ത് കൊണ്ടുവരണം. സോ ഞാനിതിന് വളരെ നോർമലായിട്ടുള്ളൊരു അനിമേഷൻ കൊടുക്കുകയാണ്. അനിമേഷനകത്ത് ഫെയ്ഡ് എന്ന് പറയുന്ന എഫക്റ്റ് കൊടുത്തു.
ഓക്കെ, സോ ഫെയ്ഡ്. സോ ഞാൻ ഈ സെലക്ഷൻ പെയിൻ ക്ലോസ് ചെയ്തതിന് ശേഷം അനിമേഷൻ പെയിൻ ഓപ്പൺ ചെയ്യുകയാണ്. കാര്യം അനിമേഷൻസ് എനിക്ക് കാണണമല്ലോ, അതുകൊണ്ട് അനിമേഷൻ പെയിൻ ഓപ്പൺ ചെയ്യുകയാണ്. സോ ആദ്യത്തെ അനിമേഷൻ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞാൽ ഈ ഇമേജ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് അനിമേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ കാണുന്ന ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്കാണ്. സോ ഞാൻ ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്ക് സെലക്ട് ചെയ്യുന്നു. അതിനും ഞാൻ എന്ത് കൊടുക്കുന്നു, ഒരു ഫെയ്ഡ് എഫക്റ്റ് കൊടുക്കുന്നു. ഫേസ്ബുക്കിനും ഞാൻ എന്ത് കൊടുക്കുന്നു, ഫെയ്ഡ് എഫക്റ്റ് തന്നെ കൊടുക്കും. സോ 3 അനിമേഷൻസ് സംഭവിച്ചു. ഓക്കെ, ഇത് ഇനി അനിമേഷൻ്റെ ഓർഡർ ഞാനൊന്ന് മാറ്റുകയാണ്. അനിമേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യത്തെ അനിമേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഓൺ ക്ലിക്കാണ് കിടക്കുന്നത്. സോ അത് സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് കിടന്നോട്ടെ, കുഴപ്പമില്ല. അടുത്ത അനിമേഷൻ സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ്, കാര്യം ഇത് കഴിഞ്ഞാൽ ഉടനെ അത് എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ്. അടുത്തത് സ്റ്റാർട്ട് വിത്ത് ആഫ്റ്റർ പ്രീവിയസ്. ഓക്കെ, ഇതിനോടൊപ്പം ഇതും നമുക്ക് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കാം. കാര്യം ഈ ഇമേജ് വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ ടെക്സ്റ്റ്, അത് കഴിഞ്ഞ് ഫേസ്ബുക്ക്, ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ പ്ലേ ചെയ്യാം. പ്ലേ ഫ്രം ഉണ്ടോ? സോ ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് പ്ലേ ഫ്രം ഉണ്ടോ? സോ ഇനി എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ലയൻ അത് കഴിഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ എനിക്ക് ഈ ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്കിനെ കുറച്ച് മുകളിലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ലയൻ ഇവിടെ കൃത്യമായിട്ട് വരയ്ക്കുന്നത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്കിനെ ഞാൻ കുറച്ച് മുകളിലോട്ട് അനിമേറ്റ് ചെയ്ത് മാറ്റുകയാണ്. ഓൾറെഡി നമ്മളൊരു അനിമേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വീണ്ടും അനിമേഷൻ അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്യുക, ആഡ് അനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അതിനകത്തോട്ട് അനിമേഷൻസ് ആഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ആഡ് അനിമേഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനകത്ത് ഞാൻ ലയൻ അനിമേഷനാണ്, എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ലയൻ അനിമേഷനാണ് കൊടുക്കുന്നത്. ഞാൻ ലയൻ കൊടുത്തു. സോ ലയൻ ഓട്ടോമാറ്റിക്കലി ഡൗൺവേർഡ്സ് ആണ് കൊണ്ടുവച്ചത്. ഞാൻ അതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എനിക്ക് എവിടെയാണോ വേണ്ടത് ഞാൻ അവിടെ കൊണ്ട് വെച്ചു. ഓക്കെ, പക്ഷെ ആ ലയൻ കൊണ്ടുവച്ചെങ്കിലും അതിൻ്റെ ഒരു ഷിഫ്റ്റ് പ്രസ് ചെയ്യാൻ നമുക്ക് ആ ഒരു ഇത് കിട്ടാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് ഓർഡറിൽ കറക്റ്റായിട്ട് ലയൻ പ്രസ് ചെയ്ത് വെച്ചു. ഓക്കെ, ഫൈൻ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഇതിൻ്റെ ഒരു നീളം അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത് മാത്രം കണ്ടോ, വളരെ പതുക്കെയാണ് അത് പോകുന്നത്. ഓക്കെ, സോ ഞാൻ അതിന് എന്ത് ചെയ്യണം, അതിൻ്റെ ഡ്യൂറേഷൻ ഇപ്പോൾ 2 സെക്കൻഡ്സാണ് ഇവിടെ കിടക്കുന്നത്. കേട്ടോ, 2 സെക്കൻഡ് ഡ്യൂറേഷനാണ് കിടക്കുന്നത്. ഞാൻ അതിനെ എന്ത് ചെയ്യാണ്, കുറച്ച് ഒരു 1 സെക്കൻഡിലോട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഓർഡർ വന്നിട്ട് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ് എന്ന് പറയുന്നത്. കാര്യം ഇത് കഴിഞ്ഞിട്ട് ഉടനെ അത് സംഭവിക്കും. ഇത് രണ്ട് കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത് സംഭവിക്കേണ്ടത് അത് മുകളിലോട്ട് പോകണമെന്നുള്ളതാണ്, അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡിലേ കൊടുക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞ് ഉടനെ ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് രജിസ്റ്റർ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിനെ സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് ആദ്യം കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം അതിൻ്റെ ഡിലേ, കാര്യം ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമ്മുടെ മുമ്പുള്ള അനിമേഷൻ നടന്നിരിക്കുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട കുറച്ചും കൂടെ ഡിലേ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഡിലേ എന്ത് ചെയ്താൽ മതി, എത്രയാണോ നമുക്ക് വേണ്ടത്. സോ കുറച്ചൊന്ന് ഞാൻ ഇവിടെ കുറച്ചൊന്ന് ഉണ്ടോ, ഇതുമായിട്ട് കുറച്ച് ചെറിയൊരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫേസ്ബുക്കിൻ്റെ അത് ലൈൻ അനിമേഷൻ കൊടുക്കാം. സോ ആഡ് അനിമേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ലൈൻ അനിമേഷൻ വീണ്ടും കൊടുക്കുന്നു. സോ ആ ലൈനിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ആ ഫേസ്ബുക്ക് കറക്റ്റ് ഓർഡറിൽ ഇവിടെ തന്നെ കൊണ്ടുവച്ചു. സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കാര്യം ഇതിനെ സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് കൊടുക്കുകയാണ് ഞാൻ, വിത്ത് പ്രീവിയസ്. സോ പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് പ്ലേ. ഓക്കെ, ഒരിക്കലൂടെ പ്ലേ ചെയ്യാം. സോ പൊസിഷൻ വളരെ കറക്റ്റാണ്. ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്ക് രണ്ടും പൊസിഷൻ വളരെ കറക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഡ്യൂറേഷൻ 2 സെക്കൻഡ് ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാൻ 1 സെക്കൻഡിലോട്ട് മാറ്റുകയാണ്. 1 കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഒന്നുകൂടെ പ്ലേ ചെയ്യാം നമുക്ക്. സ്റ്റാർട്ടിങ് പ്ലേ. ഇപ്പോൾ ഒരു മെക്കാനിക്കലായിപ്പോയി, അല്ലേ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എന്തോ ഒരു ആരോ പിടിച്ചു വലിക്കുന്ന ഒരു ഫീൽ ഇല്ല. കാര്യം അതൊരു മെക്കാനിക്കലായിട്ട് വന്നു നിൽക്കുക. ആ അനിമേഷന് ജീവനില്ല, അല്ലേ? സോ ആ അനിമേഷനൊരു ജീവൻ വരുത്താനായിട്ട് നമ്മൾ അതിന് എന്ത് കൊടുക്കുന്നു, ഒരു ചെറിയൊരു ഡിലേ കൊടുക്കുന്നു. സോ രണ്ടാമത്തതിന് ഫേസ്ബുക്ക് വരാനായിട്ട് ഞാൻ ഫേസ്ബുക്ക് ഓൾറെഡി 1 കിടക്കുകയാണ്. ഞാൻ അതിന് കുറച്ചുകൂടെ ഒന്ന് ഡിലേ ചെയ്ത് കൊടുക്കുകയാണ്, വളരെ കുറച്ച് ഡിലേ. ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. 1.5 കൊടുത്തു. സോ ഒരു ചെറിയ ഡിലേ. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ എങ്കിലും ഡിലേ കുറച്ച് കൂടുതലാണ്, അല്ലേ? സോ ഞാനിതിനെ 0.5 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. ഇത് കുറച്ചൊന്ന് നീങ്ങാതെ എനിക്ക്. അപ്പം ഞാനിതിനെ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ നിന്ന്.
1.25. ഓക്കെ, 1.25 ഒന്ന് കൊടുത്തു. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫൈൻ. സോ എനിക്ക് തോന്നുന്നു 1.15 കൊടുത്തു. ഓക്കെ, നിങ്ങൾ ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു നല്ലൊരു അനിമേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ടത്, ഫൈനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ ഫൈൻ. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഏകദേശം ഒരെണ്ണത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്തത് വരുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ഉണ്ടോ കണ്ടിന്യൂസ് ആയിട്ട്. ഇനി അതിൻ്റെ ഒരു എഫക്ട്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഫക്റ്റ് കൊടുക്കുന്നത്, അനിമേഷൻ എഫക്റ്റ് ഓപ്ഷൻസിൽ പോവുക. അതിനകത്ത് സ്മൂത്ത് എൻഡ് ഞാൻ എന്ത് ചെയ്യും, മാക്സിമം സ്മൂത്ത് എൻഡിലോട്ട് കൊടുക്കും. സോ ഓക്കെ കൊടുത്തു. അതുപോലെ ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് സ്മൂത്ത് എൻഡിൽ വന്നു. ഓക്കെ, ഞാൻ ഫേസ്ബുക്കും ഇതും അതിൻ്റെ എഫക്റ്റ് ഓപ്ഷനിൽ പോയതിന് ശേഷം സ്മൂത്ത് എൻഡിലോട്ട് ഞാൻ കൊണ്ടുപോകും. ഓക്കെ, സോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡിലേ കുറച്ചും കൂടെ കുറയ്ക്കാം. നമുക്ക് 1.05 മതി. ഓക്കെ, വളരെ ചെറിയൊരു ഡിലേ മതി, 1.05. ഓക്കെ, സോ പ്ലേ ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അനിമേഷൻ വന്നു. ഞാൻ വീണ്ടും പ്ലേ ചെയ്ത് നോക്കുകയാണ്. ആദ്യത്തെ എഫക്ട്സ് വന്നു, രണ്ടാമത്തെ അനിമേഷൻ അവിടെ വർക്ക്. സോ ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്ക് ഇത് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ അടുത്ത് എന്താണ്, ആർക്ക് അനിമേഷൻ നടക്കും അല്ലേ? സോ ആർക്കിലോട്ട് അനിമേഷൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആർക്കിൽ കുറേ ടെക്സ്റ്റ് കണ്ടന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കുറേയധികം ടെക്സ്റ്റ് കണ്ടന്റ്, അതിനൊക്കെ അനിമേഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2015, 16, 17, 18, 19 ഇങ്ങനെ പല ടെക്സ്റ്റിനും പല അനിമേഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ടെക്സ്റ്റിനെ ഒന്ന് കോപ്പി ചെയ്യുകയാണ്. സോ അതിനകത്ത് ഈ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നതിനകത്ത് തന്നെ ഒരു ഷേപ്പും കൊടുത്തിട്ടുണ്ട്. ആ ഷേപ്പ് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ഷേപ്പാണ്. ഓക്കെ, സോ ഞാൻ അതിനെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്നതിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, Ctrl+V. ഓക്കെ, സോ ആ ഷേപ്പിനെ ഞാൻ ഇവിടെ കൊടുത്തു. ഇതിൻ്റെ ജോയിൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ അനിമേഷൻ ഉണ്ട്. ആദ്യം ഇവിടം വരെ അനിമേറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇത് വരുന്നു, അതിന് ശേഷം. സോ ഇതിനകത്ത് ഓൾറെഡി അനിമേഷൻസ് കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ കോപ്പി ചെയ്ത സമയത്ത് അതിൻ്റെ അനിമേഷൻസും കൂടെയാണ് അതിനകത്ത് കോപ്പി ആയിരിക്കുന്നത്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് പേസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അനിമേഷൻസ് ഒന്നും തന്നെ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ നോർമൽ പേസ്റ്റിംഗാണ് കൊടുത്തത്. ഇവിടെ നിന്ന് കോപ്പി ചെയ്തു, Ctrl+C കൊടുത്തു. ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് Ctrl+V കൊടുക്കുന്ന സമയത്ത് അനിമേഷനും കൂടെ വന്നത് കണ്ടോ. ആ അനിമേഷൻ നമുക്കിവിടെ കാണാം, 111 ഇവിടെയും വന്നിട്ടുണ്ട് അനിമേഷൻസ്. സോ ഞാനിവിടെ അനിമേഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് പിക്ചർ മാത്രം ആ പിക്ചറായിട്ട് പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് വന്നത്. പക്ഷേ ഇതിപ്പോൾ പിക്ചറാണ്, ഒരു അനിമേഷൻ അല്ല. ഓക്കെ, സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അതിൻ്റെ അനിമേഷൻസ് ഇവിടെ കാണാം നമുക്ക് അനിമേഷൻസ്. ആ അനിമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, അതിനെ ക്ലിക്ക് ചെയ്ത് ഞാൻ ആ ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് തന്നെ, ഇതിൻ്റെ കറക്റ്റ് ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് തന്നെ കൊടുത്തു. ഓക്കെ, സോ ഇതെങ്ങനെയാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാമല്ലോ. വളരെ ബേസിക് ആയിട്ടുള്ള ഷേപ്പ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്, സർക്കിൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. സോ ഒന്നുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. വളരെ സിമ്പിളാണ്. ഷേപ്പിൽ പോവുക, ഒരു സർക്കിൾ എടുക്കുക, സർക്കിൾ എടുത്തതിന് ശേഷം സർക്കിൾ വരയ്ക്കുക. നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സർക്കിളായിട്ട് കിട്ടും. സർക്കിൾ വരച്ചതിന് ശേഷം അതിനകത്ത് ഞാൻ ഫോർമാറ്റ് എടുത്തു. അതിൻ്റെ ഫോർമാറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് ഷേപ്പിലോട്ട് പോയി. അതിനകത്ത് കളർ വന്നിട്ട് ഫിൽ കളർ വന്നിട്ട് ഞാൻ ഏറ്റവും ഡാർക്കായിട്ടുള്ള കളറാണ് കൊടുത്തത്. ഏറ്റവും ഡാർക്കായിട്ടുള്ള കളർ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഔട്ട്ലൈൻ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വൈറ്റ് കളർ കൊടുത്തു. ഓക്കെ, വൈറ്റ് കളർ കൊടുത്തു, കാര്യം ഇതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാനായിട്ട്. അതിനുശേഷം അതിൻ്റെ പോയിൻറ്റ്സ് വന്നിട്ട് ഞാൻ ഏകദേശം 2 പോയിൻ്റ് വരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, 2 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ അതിനെ ഒന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കുറച്ചും കൂടെ വലുതാക്കി ഈ ഒരു ലെവലിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അളവ് നമുക്കത് കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. സോ ഇങ്ങനെ വരച്ചു. അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ അതിനെ ഒന്ന് വലുതാക്കാം. Ctrl+Shift പ്രസ് ചെയ്തിട്ട്
ഞാൻ കുറച്ചൊന്ന് വലുതാക്കുകയാണ്. കൺട്രോളും ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റക്ക് വരത്തില്ല. അല്ലാതെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് അതിനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ ഫൈൻ. സോ അതിനുശേഷം ഞാൻ വീണ്ടും ഇതിൻ്റെ Ctrl+C Ctrl+V കൊടുത്തു. അതേ കോപ്പി എടുത്ത് ഞാൻ കറക്റ്റായിട്ട് വെച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിൻ്റെ അകത്ത് ഫില്ല് വേണ്ട, എനിക്ക് നോ ഫില്ല് കൊടുത്തു. അതുപോലെ തന്നെ വിത്ത് 2 പോയിന്റ് കിടന്നോട്ടെ, നോക്കാം നമുക്ക്. സോ അതിനുശേഷം എന്താണ്, ഷിഫ്റ്റും കൺട്രോളും പ്രസ് ചെയ്ത് ഞാൻ അതിനെ ഡ്രാഗ് ചെയ്ത് ഓൾട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് എവിടെയാണോ എങ്ങനെ വേണോ നമുക്ക് ചെയ്യാം. സോ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതും ഇനി അതിനുശേഷം എന്ത് ചെയ്താൽ മതി, ഈ 2 ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റിൽ അലൈനകത്ത് അലൈൻ സെൻറ്റർ, അലൈൻ മിഡിൽ. സോ അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പായിട്ട് മാറി. അതിനുശേഷം ഈ ലൈൻ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്, വെറും സിമ്പിളാണ്. ഈ ഷേപ്പിൽ പോവുക, ലൈൻ സെലക്ട് ചെയ്യുക, ലൈൻ വരയ്ക്കുക, ജസ്റ്റ് ബേസിക് ലൈൻ വരച്ചു. അതിനുശേഷം എന്താണ്, ആ ലൈനിനെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനിൻ്റെ എഫക്റ്റുകൾ മാറ്റാം. കണ്ടോ, ആ ലൈനിന് ഞാനൊരു ലൈൻ ടൈപ്പ് എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ എഫക്റ്റ് കൊടുത്തു. കളർ ഞാൻ വൈറ്റ് കൊടുത്തു. അതിനുശേഷം തിക്നെസ് ആ ഒരു തിക്നെസ് തന്നെ, പക്ഷേ ഞാൻ കൊടുത്തിരിക്കുന്ന എഫക്റ്റ് ഈ പോയിൻ്റ് എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. പോയിൻ്റ് എഫക്റ്റ് കൊടുത്തു. ഓക്കെ, ഏകദേശം ഈ ഒരു തിക്നെസ്സാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഏറ്റവും അറ്റത്ത് ചെറിയൊരു റൗണ്ട് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഫ്ലാറ്റ് മിൽട്ടറും റൗണ്ട് ആക്കി കൊടുത്തു. സോ റൗണ്ട് ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ റൈറ്റ് മീൻസ് സൈഡൊക്കെ നമുക്ക് അതിൻ്റെ അറ്റമൊക്കെ റൗണ്ടായി കിട്ടും. കൂടാതെ ഈ റൗണ്ട് വരുന്നതിനായിട്ട് എൻ്റെ ആരോ ടൈപ്പ് ഞാൻ ഏതാണ് റൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ ആരോ ടൈപ്പ് റൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ടോട്ടലി ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, സോ ഇങ്ങനെ ആ ഷേപ്പ് വരച്ചിരിക്കുന്നത്. സോ ഇപ്പോഴത്തേക്ക് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. പിന്നെ ടെക്സ്റ്റും ഈ പറഞ്ഞതുപോലെ ബേസിക് ആയിട്ടുള്ള 2 ടെക്സ്റ്റ് ബോക്സ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നു. ഒന്ന് അതിൻ്റെ ഇയർ കാണിക്കാനൊരു ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഞാൻ ഈ രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഹോമിൽ സെലക്ഷൻ പെയിൻ, സോ ടെക്സ്റ്റ് ഈ 2 ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. Ctrl+C. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള 2 ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു. ഇതിനകത്തുള്ള അനിമേഷൻസ് ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അനിമേഷൻ പെയിൻ എടുക്കും. വന്നിരിക്കുന്ന 2 അനിമേഷനും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് അതിനകത്തുനിന്ന്. പിന്നെ ബാക്കിയുള്ള ഇതിനകത്ത് എല്ലാ അനിമേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് കോപ്പി ചെയ്യുകയാണ്. സോ നമ്മൾ ഇനി 2ാമത്തെ സ്ലൈഡിൽ ഈ അനിമേഷൻസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. 2ാമത്തെ സ്ലൈഡിലെ അനിമേഷൻ എല്ലാം ഡിലീറ്റ് ചെയ്തു. ഫസ്റ്റ് സ്ലൈഡിൽ ഈ പറഞ്ഞ അനിമേഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കാണ് അനിമേറ്റ് ചെയ്യേണ്ടത്. സോ ആർക്ക് ഞാൻ സെലക്ട് ചെയ്തു. നമ്മളിവിടെ ഏതുവരെ ചെയ്തു വെച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അനിമേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതുവരെ ചെയ്തു. അത് കഴിഞ്ഞ് ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്ക് മുകളിലോട്ട് പോകും. അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ ആർക്ക് വരണം. അത് കഴിഞ്ഞ് ഇത് 2 അനിമേറ്റ് ആവണം, ഇങ്ങോട്ട് വരണം, വൈപ്പ് ആവണം, ഈ ടെക്സ്റ്റ് എഴുതി കാണിക്കണം, വീണ്ടും താഴോട്ട് പോകണം. ഇത്രയാണ് സംഭവിക്കേണ്ടത്. സോ ഞാൻ വീണ്ടും ഈ ആർക്ക് സെലക്ട് ചെയ്യുന്നു. സോ ആർക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ അതിനകത്തോട്ട് ഒരു ബേസിക് ആയിട്ടുള്ള വൈപ്പ് അനിമേഷൻ കൊടുക്കുകയാണ്. സോ വൈപ്പ് അനിമേഷൻ കൊടുക്കുമ്പോൾ കണ്ടോ, ആ വൈപ്പ് ഇപ്പോൾ താഴേന്ന് മുകളിലോട്ടാണ് വരുന്നത്. ഞാൻ അതിനെ എഫക്റ്റ് ഓപ്ഷനിൽ പോയി ഫ്രം ടോപ്പ് കൊടുത്തു. അപ്പോൾ അത് മുകളിൽ നിന്ന് താഴോട്ട് വന്നു. അതിനുശേഷം എന്താണ്, ഞാൻ അടുത്ത അനിമേഷൻ കൊടുക്കുന്നത്, ഈ കാണുന്ന അകത്ത സർക്കിൾ ആദ്യം പോപ്പപ്പ് ചെയ്യാൻ വേണ്ടി അകത്ത സർക്കിൾ സെലക്ട് ചെയ്തു. അതിനെന്ത് ഓപ്ഷൻ കൊടുക്കുന്നു, സൂം ഓപ്ഷൻ കൊടുക്കുന്നു. സൂം
സൂം ഓപ്ഷൻ കൊടുത്തു, അത് സൂമായി. അടുത്ത സർക്കിൾ സെലക്ട് ചെയ്യുന്നു, അതിനകത്ത് ഞാൻ എന്താണ് സൂം ഓപ്ഷൻ കൊടുക്കുന്നു, സൂം ഓപ്ഷൻ കൊടുത്തു. അടുത്ത് ഈ ലയൻ, നാലാമത് അനിമേഷൻ കൊടുക്കുന്ന ഈ ലയൻ സെലക്ട് ചെയ്യുന്നു, അതിനകത്തോട്ട് ഈ പറഞ്ഞ വൈപ്പിനെ കൊടുക്കുന്നു. പക്ഷേ വൈപ്പിലെ എഫക്റ്റ് ഓപ്ഷൻ വന്നിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത്. കണ്ടോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ടെക്സ്റ്റ് 2004 ഒരു ഫെയ്ഡ് എഫക്റ്റ് കൊടുക്കുന്നു. ഫേസ്ബുക്ക് ഈസ് ബോൺ എന്ന് പറയുന്നതിന് ഞാൻ കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അപ്പിയർ ചെയ്യുന്ന എഫക്റ്റാണ് കൊടുക്കുന്നത്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം മൗസ് ക്ലിക്കിലാണ് കിടക്കുന്നത്. ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്ത് ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ്, കാര്യം അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുത്തു. പ്ലേ ചെയ്യാം നമുക്കൊന്ന്. ഓക്കെ, ഒരിക്കൽ കൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ രീതിയിൽ ഇതൊന്ന് താഴോട്ട് പോകണം, എങ്കിലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. സോ ഞാൻ അതുകൊണ്ട് ഈ പറഞ്ഞ ടെക്സ്റ്റ് ഇത്രയും കാര്യത്തിൽ ഞാൻ കുറച്ചൊന്ന് താഴോട്ടൊന്ന് ഡൗൺ ആരോ കൊടുത്ത് ഞാൻ കുറച്ചൊന്ന് താഴോട്ട് വയ്ക്കുകയാണ്. കാര്യം അതിൻ്റെ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പോയിന്റിലല്ല, ഇവിടെയല്ല വരുന്നത്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഓക്കെ ഫൈൻ. സോ ഇത്രയും ചെയ്തു നമ്മൾ. ഇനി അടുത്തെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2004 ഇതിൻ്റെയൊക്കെ സ്റ്റെപ്പ് കുറച്ചും കൂടെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ടെക്സ്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു, എൻ്റെ എഫക്റ്റ് ഓപ്ഷൻ എടുക്കുന്നു. അതിനകത്ത് കാര്യം ഇതിപ്പോൾ വന്നിരിക്കുന്നത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ജസ്റ്റ് അപ്പിയർ ആയിട്ടേ ഉള്ളൂ. എനിക്കിതിനെ വേണ്ടത് FACE എന്ന് പറഞ്ഞ് എഴുതി കാണിക്കണം. സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ എഫക്റ്റ് ഓപ്ഷനിൽ പോയതിന് ശേഷം എഫക്റ്റ് ഓപ്ഷനിൽ അനിമേറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അനിമേറ്റ് ടെക്സ്റ്റ്. ഈ അനിമേറ്റ് ടെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ബൈ വേർഡ്, ബൈ ലെറ്റർ ഒക്കെ. ബൈ വേർഡാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുക, കേട്ടോ, ഫേസ്ബുക്ക് ഈസ് ബോൺ. ഇനി അടുത്ത് നിങ്ങൾ അതിനകത്ത് കൊടുക്കുന്ന എഫക്റ്റ് ഓപ്ഷനിൽ കൊടുക്കുന്ന ബൈ ലെറ്റർ ആണെങ്കിലോ, FACE. ഓക്കെ, സോ ഇതിപ്പോൾ ഭയങ്കര സ്ലോയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതിനകത്ത് എഫക്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സെക്കൻഡ്സ്, അത് ഡിലേ ചെയ്യുന്ന സെക്കൻഡ്സ് 0.5 കിടക്കുന്നത്. ഞാനത് വളരെ കുറച്ച് കൊടുക്കും, ഒരു 0.03 കൊടുക്കുകയാണ്. സോ ഞാൻ ഓക്കെ കൊടുത്തു. സോ അപ്പോൾ കുറച്ചും കൂടെ എഴുതി കാണിക്കുന്ന അതേ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്ലൈഡിനകത്തുള്ള അനിമേഷൻസ് ഈ ഒരു ആർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ആർക്കായിരിക്കുമല്ലോ ഇതും കൂടെ ഞാൻ കൊടുക്കുകയാണ്. സോ ഞാൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യുന്നു, വൈപ്പ് അനിമേഷൻ തന്നെ കൊടുക്കുകയാണ്. വൈപ്പ് ഇതിപ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാണ് പോയത്. എഫക്റ്റ് ഓപ്ഷനിൽ പോയതിന് ശേഷം ഫ്രം ടോപ്പ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ എല്ലാ അനിമേഷനും കഴിഞ്ഞ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സ്ലൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് സ്ലൈഡിലോട്ട് പോകാം. സെക്കൻഡ് സ്ലൈഡിലും ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. കാര്യം ആദ്യം ചെയ്യേണ്ടത് ഈ അനിമേഷൻ, രണ്ടാമത് മൂന്നാമത് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഞാൻ പെട്ടെന്ന് ചെയ്തു പോവാം, ഞാൻ പെട്ടെന്ന് കാണിക്കാം. നിങ്ങൾ നേരത്തെ ചെയ്ത അതേ അനിമേഷൻ, നമ്മൾ ഇതിനകത്ത് ചെയ്ത അതേ അനിമേഷൻ തന്നെയാണ് ഇങ്ങോട്ടും ചെയ്യുന്നത്. സോ ഫസ്റ്റ് സർക്കിൾ എടുക്കുന്നു. ആ സർക്കിളിന് നമ്മൾ എന്താണ്, സൂമിൻ, സൂമ്, അടുത്ത സർക്കിള് സൂമ്, ലയൻ വന്നിട്ട് വൈപ്പ്, അത് ഫ്രം ടോപ്പിൽ നിന്നുള്ള വൈപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് വരേണ്ടത്. സോ അതിനുശേഷം ടെക്സ്റ്റ് വന്നിട്ട് ഫെയ്ഡ്, അടുത്ത ടെക്സ്റ്റ് വന്നിട്ട് അപ്പിയർ. ഓക്കെ, സോ അതിനുശേഷം എന്താണ്, ഈ പറഞ്ഞ ഇതെല്ലാം നമ്മൾ എന്താണ് എല്ലാം സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കുമ്പോൾ എല്ലാം ആഫ്റ്റർ നമ്മൾ ഇതിൻ്റെ എഫക്റ്റ് ഓപ്ഷൻ മാറ്റും. നമ്മൾ എഫക്റ്റ് ഓപ്ഷനകത്ത് ഏതായിരുന്നു, ബൈ ലെറ്റർ, അതുപോലെ തന്നെ അതിൻ്റെ ടൈമിങ് 0.03 ടൈമിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ. സോ ഏതോ ഒന്നിൽ അനിമേഷൻ അപ്ലൈ ആയിട്ടില്ല. സോ ഈ സർക്കിളിൽ സൂം അനിമേഷൻ അപ്ലൈ ആയിട്ടില്ല. ഞാൻ അതിനകത്ത് സൂം കൊടുക്കുന്നു. പക്ഷെ ആ സർക്കിൾ എവിടെയാണ് വരേണ്ടത്, ഈ ഓവൽ കഴിഞ്ഞാൽ ഉടനെ വരണം. അതുപോലെ തന്നെ ഇത് ആഫ്റ്റർ പ്രീവിയസ് ആണ്. ഓക്കെ, സോ പ്ലേ ചെയ്ത് നോക്കാം.
ഓക്കെ. സോ ഞാൻ ഇനി എല്ലാത്തിലും ഈ അനിമേഷൻ കൊടുക്കാൻ പോവുകയാണ്. ഈ സെയിം അനിമേഷൻ എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. സോ ഞാൻ ടോട്ടൽ അനിമേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ദാ ഓക്കെ. അതുപോലെ തന്നെ ഞാൻ 4ാമത്തെ സ്ലൈഡിലും അതേ അനിമേഷൻസ് ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ. സോ ഇനിയുള്ളതെന്ന് പറയുന്നത് ഇവിടെ ഒരു കണ്ടിന്യൂഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്, കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു അനിമേഷൻ നമുക്ക് ഏറ്റവും നമ്മുടെ എക്സാമ്പിളിൽ കാണാം അല്ലേ, നമ്മുടെ റെഫറൻസ് ഫയലിൽ കാണാം. ഇതാ നോക്കിയേ, ഇതാ ഇവിടെ കണ്ടില്ലേ, അവസാനത്തെ അനിമേഷൻ നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ആദ്യം ടെക്സ്റ്റ് എല്ലാം എഴുതി കാണിക്കുന്നു. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് വന്നതിന് ശേഷം കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ചെറിയ ലൈൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കണ്ടോ? സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ഒരു ഷേപ്പ്, ഇവിടെ ഞാൻ ഓൾറെഡി ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഷേപ്പിനകത്ത് ലൈൻ എടുക്കുക, ജസ്റ്റ് ഒരു ചെറിയ പോർഷൻ വരയ്ക്കുക. സോ വരച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, അതിനെ ആ ലൈനിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. സോ അതിൻ്റെ ഫോർമാറ്റ് ഷേപ്പിലോട്ട് പോയി ലൈനിന് ഞാനൊരു ഗ്രേഡിയൻ ലൈനാണ് കൊടുക്കുന്നത്. ഗ്രേഡിയൻ ലൈൻ അതിൻ്റെ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഗ്രേഡിയൻ ലൈൻ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ തിക്നെസ് വന്നിട്ട് വിഡ്ത്ത് വന്നിട്ട് എത്ര, ഒരു ഇതിൻ്റെ അതേ സെയിം പോയിന്റ് കൊടുക്കുകയാണ്. നമ്മൾ 4 പോയിന്റാണ് കൊടുത്തിരിക്കുന്നത്. സോ 4 പോയിന്റ്സ് തന്നെ കൊടുത്തു. ഇനി അടുത്ത് വൈറ്റിൽ നിന്നും ഈ കളറിലോട്ട് വരണം, ഈ കാണുന്ന കളർ. അപ്പോഴേ ഇത് ഗ്രേഡിയൻ്റ് ഒരു എഫക്റ്റ്, ഇത് കഴിഞ്ഞു പോകുന്നു, തീർന്നു പോകുന്നു എന്നുള്ളൊരു എഫക്റ്റ് വരത്തുള്ളൂ. സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് വൈറ്റ് തന്നെയാണ്. 2ാമത്തെ കളർ ഞാൻ ഏതെടുക്കും, ഈ കളർ വന്നിട്ട് ഞാൻ ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് ഈ കളർ സെലക്ട് ചെയ്തു. അപ്പോൾ കണ്ടോ, ഇത് പക്ഷേ ലീനിയറായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. കാര്യം എനിക്ക് വേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയാണ് വേണ്ടത്. ഇവിടെ വർക്കായിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള ഡയറക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇതാണ്. സോ അത് ക്ലിക്ക് ചെയ്തു. ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് തിരിച്ചാണ് വേണ്ടത്. സോ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു, ഇത്. അപ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് ഇതങ്ങ് ഒപ്പാസിറ്റി കുറഞ്ഞു പോകുന്ന രീതിയിൽ, അതിൽ നിന്ന് മാഞ്ഞു പോകുന്ന രീതിയിൽ ഫീലായി. ഇനി ആ ലൈനിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ഡാഷ് ടൈപ്പ് വന്നിട്ട് ഞാൻ ലൈൻ ടൈപ്പ്, ഈ ഒരു ടൈപ്പ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതിങ്ങനെ ലൈനായിട്ട് വന്നു. ഇനി ഇതിന് ഞാനൊരു അനിമേഷൻ, വൈപ്പ് അനിമേഷൻ കൊടുക്കുകയാണ്. അനിമേഷൻ പെയിൻ എടുക്കാം നമുക്ക്. അനിമേഷൻ പെയിൻ ലാസ്റ്റ് അനിമേഷനാണ്. സെലക്ട് ചെയ്യുന്നു. നമ്മൾ എന്ത് അനിമേഷൻ കൊടുക്കുന്നു, വൈപ്പ് അനിമേഷൻ കൊടുക്കുന്നു. സോ വൈപ്പിലും എഫക്റ്റ് ഓപ്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ അത് കറക്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് വന്നു. ഇത് ആഫ്റ്റർ പ്രീവിയസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് അത് വർക്കാവുക. കൂടാതെ ഞാൻ എന്താണ്, ഇതിൻ്റെ എഫക്റ്റ് ഓപ്ഷനകത്ത് എന്ത് ചെയ്യും, എഫക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ടൈമിങ്ങിനകത്ത് ഇത് റിപ്പീറ്റ് ചെയ്യണം. കാര്യം ഒറ്റ പ്രാവശ്യം കണ്ടാൽ പോരെ, ഇതൊരു 5 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് 5 കൊടുത്തു. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുത്തു. സോ 5 പ്രാവശ്യം അത് റിപ്പീറ്റ് ആവും. കണ്ടോ? സോ അതിനുശേഷം ഞാനൊരു ടെക്സ്റ്റും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ്. സോ ഇൻസെർട്ട് ടെക്സ്റ്റ്, ഇതിനകത്ത് ഞാൻ കണ്ടിന്യൂ. സോ ഒസ്വാൾഡ് ലൈറ്റ്, സെയിം ഫോണ്ട് തന്നെ ഞാൻ കൊടുക്കുകയാണ്, ഒസ്വാൾഡ് ലൈറ്റ്. ഓക്കെ, ലൈറ്റ് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കുറച്ചു, ഇവിടെ വെച്ചു. അതിനും ഞാൻ കൊടുക്കുന്ന അനിമേഷൻ എന്ന് പറയുന്നത് ഫെയ്ഡ് അനിമേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ അപ്പിയർ അനിമേഷൻ കൊടുക്കാം. അപ്പിയർ അനിമേഷൻ കൊടുത്തു. ഓക്കെ, അപ്പിയർ കൊടുത്തു. അതിനുശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ കൊടുക്കാം, ഒരു കുറച്ച് സെക്കൻഡ്സ് ഡിലേ കൊടുത്തു. കണ്ടിന്യൂഡിന് കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റ് ഓപ്ഷനിൽ പോയതിനു ശേഷം അത് ടെക്സ്റ്റ് ബൈ ലെറ്ററിലാണ് 0.05 കൊടുക്കാം. ഓക്കെ, കുറച്ചും കൂടെ സ്പീഡ്. സോ നമുക്ക് ആദ്യം മുതൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഒന്ന് സ്ലൈഡ് ഷോയിൽ പോയി ഫ്രം ബിഗിനിങ് മുതലൊന്ന് കാണാം.
സോ അടുത്ത സ്ലൈഡ് ക്ലിക്കിലാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നതിനകത്ത് ഈ സ്ട്രൈറ്റ് ലൈൻ ക്ലിക്കിലാണ് കിടക്കുന്നത്. അത് ഞാൻ സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ് കൊടുക്കുകയാണ്. സോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നു. ഇനി അടുത്ത ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നു. ആനിമേഷൻസ് എല്ലാം നമ്മൾ കൊടുത്ത ആനിമേഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ മൗസ് ക്ലിക്കിലല്ല കൊടുത്തിരിക്കുന്നത്, എല്ലാം നമ്മുടെ ഒരു ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി വന്നു. അടുത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്ലൈഡ് കംപ്ലീറ്റ് ആയി. വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്ലൈഡിലോട്ട് പോകും. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്താണ് ഓരോ സ്ലൈഡിലോട്ടും ട്രാൻസിഷൻസ് അപ്ലൈ ആവുന്നത്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ട എല്ലാം ഒരു വീഡിയോ പോലെ കണ്ടുപോകണം എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ട്രാൻസിഷൻ്റെ ടൈമിങ്, ഓക്കെ, ട്രാൻസിഷൻ്റെ ടൈമിങ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എല്ലാ ട്രാൻസിഷൻ്റെയും ടൈമിങ് ട്രാൻസിഷൻസിൽ പോവുക. അതിൻ്റെ അഡ്വാൻസ്ഡ് സ്ലൈഡ് ഓപ്ഷനിൽ ഓൺ മൗസ് ക്ലിക്ക് മാറ്റിയതിന് ശേഷം ആഫ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ അനിമേഷൻസും കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അടുത്ത സ്ലൈഡിലോട്ട് പോവുക. സോ ആഫ്റ്ററിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ആഫ്റ്റർ സോ ഇതിലെല്ലാം മൗസ് ക്ലിക്ക് ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇനി ഞാൻ വീണ്ടും ഒന്നുകൂടെ സ്ലൈഡ് ഷോ ചെയ്യുകയാണ് ഫ്രം ബിഗിനിങ്. ഓക്കെ, സോ എല്ലാവരും ചെയ്തു നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റാണ്. നമ്മൾ പവർ പോയിന്റിൽ ഇനി മുതൽ നിങ്ങളുടെ ഇതേപോലെ ടൈം ലൈൻ ബേസ് ചെയ്ത് എന്ത് കാര്യം, എന്തെങ്കിലും പ്രോജക്റ്റ് മാനേജ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ടാസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ടൈം ബേസ് ചെയ്ത്, അതിപ്പോൾ ഡേയ്സ് ആയിരുന്നാലും നമ്പേഴ്സ് ആയിരുന്നാലും അവേഴ്സ് ആയിരുന്നാലും ഒക്കെ ടൈം ലൈനെ ബേസ് ചെയ്തൊരു പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറയുക, ചാനലിനെ പറ്റി പറയുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.